1949 നവംബർ 25 ഭരണഘടനാ രൂപീകരണ കമ്മിറ്റിയിൽ ഡോക്ടർ അംബേദ്കർ നടത്തിയിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്നത്തെ ഹിന്ദു ദിനപത്രത്തിൽ ഡോക്ടർ ശശി തരൂർ ഒരു നല്ല ലേഖനം എഴുതിയിട്ടുണ്ട്. അംബേദ്കർ തൻ്റെ പ്രസംഗത്തിൽ ഉയർത്തി കാണിച്ചൊരു പ്രധാന കാര്യം ഇതായിരുന്നു. അംബേദ്കർ പറയുകയാണ്, 1950 ജനുവരി 26 നമ്മൾ പുതിയ ഒരു തരം ജീവിതത്തിലേക്കാണ് പോകുന്നത്. തികച്ചും വൈരുദ്ധ്യപരമായിട്ടുള്ളൊരു ജീവിതം. ഇന്ത്യൻ വ്യവസ്ഥയിൽ ഒരിക്കലും ഇല്ലാതിരുന്ന, ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത പുതിയൊരു വ്യവസ്ഥയിലേക്കാണ് ഭരണഘടന വരുന്നതോട് കൂടിയിട്ട് കടക്കാൻ പോകുന്നത്. ആ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് സ്വാതന്ത്ര്യമാണ്, സമത്വമാണ്, സാഹോദര്യമാണ്. പക്ഷേ അന്ന് രാജ്യത്തെ അവസ്ഥ ഇതൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ഇങ്ങനെ കിട്ടിയെന്നല്ലാതെ നമ്മുടേതായിട്ടുള്ള ഒരു തരത്തിലും ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണല്ലോ ഭരണഘടന വരുന്നത്. അംബേദ്കർ പറയുകയാണ്, രണ്ട് കാര്യങ്ങൾ ഇന്ത്യയിലില്ല. ഒന്ന് ഫ്രറ്റേണിറ്റി, ഒന്ന് ഈക്വാലിറ്റി. സമത്വവും സാഹോദര്യവും ഈ നാട്ടിലില്ല. ഇവിടെ ജാതീയത ഉണ്ട്. മതത്തിൻ്റെ പേരിൽ മനുഷ്യർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒക്കെ നവഖാലിയിലൊക്കെ ഉള്ള കലാപത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് അംബേദ്കർ പറയുന്നത്. അപ്പോൾ ഈ ജീവിതത്തിലോ ജീവിത രീതിയിലോ ഇല്ലാത്ത രണ്ട് പ്രിൻസിപ്പിൾ ഒരു ഭരണഘടന നിലവിൽ വരുത്തിക്കൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമായിരുന്നു അന്ന് നമ്മൾ. ഇന്ന് 75 വർഷങ്ങൾ പിന്നിട്ടു. ഇത് പറയാൻ കാരണം ഇന്ന് നിയമദിനമാണ്. 1949 നവംബർ 26 ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിക്കുന്നത്. അതിൻ്റെ ഓർമ്മക്കാണ് നമ്മൾ നിയമദിനം ആചരിക്കുന്നത്. അംബേദ്കറിൻ്റെ പ്രസംഗത്തിലേക്ക് തന്നെ വരാം. അംബേദ്കർ പറയാണ്, ഫ്രറ്റേണിറ്റിയും ഇക്വാലിറ്റി ഇല്ലാത്ത ഒരു സമൂഹത്തിൽ ഒരിക്കലും ലിബർട്ടിക്ക് സ്ഥാനമില്ല. അഥവാ അങ്ങനെ ഫ്രറ്റേണിറ്റിയും ഇക്വാലിറ്റിയും ഇല്ലാത്ത, സമത്വവും സാഹോദര്യവും ഇല്ലാത്ത ഒരു സാമൂഹിക വ്യവസ്ഥയിൽ സ്വാതന്ത്ര്യം വരികയാണെങ്കിൽ അത് കുറഞ്ഞ ആളുകളുടെ മാത്രം സ്വാതന്ത്ര്യമാവും. അതായത് അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ കുറച്ച് സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ മുന്നോട്ട് നിൽക്കുന്നവരുടെ സ്വാതന്ത്ര്യം മാത്രമാകും. 75 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ഇന്ത്യയിൽ കാണുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇതിങ്ങനെ പറയാനുള്ളൊരു കാരണം, ഒരു കഴിഞ്ഞ 21 തീയതി, ഈ നവംബർ 21 വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതി വിധിക്കുന്നത്. ഒരു കേസ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. ഈ കേസ് 2020 ഫയൽ ചെയ്തത്. ഭരണഘടനയിലെ സെക്യുലറിസം, സോഷ്യലിസം എന്നീ രണ്ട് വാക്കുകൾ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തത്. ഡോക്ടർ ബൽറാം സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് ഇത്തരം ഒരു ഹർജിയുമായിട്ട് ബൽറാം സിംഗ് എന്ന BJPയുടെ നേതാവ് സുപ്രീം കോടതിയെ 2020 സമീപിക്കുന്നത്. ഈ ഒരു നിലവിലുള്ള സാമൂഹികാവസ്ഥ നമുക്കെല്ലാം അറിയാം. ഭരണഘടനയുടെ നിലനിൽപ്പ് തന്നെ അതിഭീകരമായിട്ടുള്ള വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല കേസുകളിലും, ജമ്മു കാശ്മീർ ഇഷ്യൂ ആയിക്കോട്ടെ, അയോധ്യ ഇഷ്യൂ ആയിക്കോട്ടെ, മറ്റു പല കേസുകളിലും, കോർപ്പറേറ്റുകളുമായിട്ടുള്ള ഇഷ്യൂ ആയിക്കോട്ടെ, ഒക്കെ സുപ്രീം കോടതി പലപ്പോഴും നിലപാട് എടുക്കുന്നത് വളരെ നിരാശാഭരിതമായിട്ടാണ് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഒരു വിധിയൊക്കെ ആകും എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പ്രതീക്ഷയുള്ളൊരു വിധി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിപ്പിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും കൂടി ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് 2020 ഈ BJPയുടെ ആശയമുള്ള ആളുകൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളിക്കളയുന്നത്. സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഈ സെക്യുലറിസം അതുപോലെ സോഷ്യലിസം, ഈ രണ്ട് വാക്കുകളും ഭരണഘടന നിലവിൽ വരുന്ന കാലഘട്ടത്തിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് നമുക്കറിയാം, 1975 അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു.
കാലാവധി കഴിഞ്ഞിട്ടും ആ സർക്കാർ അങ്ങനെ തുടരുന്നു. അങ്ങനെ കാലാവധി കഴിഞ്ഞ് തുടരുന്ന കാലഘട്ടത്തിലാണ് ഭരണഘടനയുടെ വളരെ വിവാദമായിട്ടുള്ള 42ാം ഭേദഗതി ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. ആ 42ാം ഭേദഗതിയിലാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ 3 വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നത്: സെക്യുലറിസം, സോഷ്യലിസം, ഇൻ്റഗ്രിറ്റി. ഈ 3 വാക്കുകളാണ് അന്ന് കൂട്ടിച്ചേർക്കുന്നത്. പിന്നീട് അതിനുശേഷം ഇന്ദിരാഗാന്ധിക്ക് അധികാരം നഷ്ടമാകുന്നു. ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുത്ത പുതിയ സർക്കാർ മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കുന്നു. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ വരുന്നു. ആ സർക്കാർ ഈ 42ാം ഭരണഘടനാ ഭേദഗതിയെ തിരുത്തിക്കൊണ്ടുള്ളൊരു ഭേദഗതി കൊണ്ടുവന്നു. അപ്പോൾ പോലും ഈ പറയുന്ന സെക്യുലറിസവും സോഷ്യലിസവും അവർ പോലും നീക്കം ചെയ്തില്ല. കോടതി ഇക്കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഭരണഘടന എന്ന് പറയുന്നത് ഈ 42ാം ഭേദഗതിയിൽ അന്ന് സർക്കാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഭേദഗതി കൊണ്ടുവരുന്ന സമയത്ത് ആ ബില്ലിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു ലിവിങ് ഡോക്യുമെൻ്റാണ്. അതിങ്ങനെ ഇവോൾവ് ചെയ്ത് വരേണ്ട ഒന്നാണ്. അപ്പോൾ 1949-ലും 50-ലൊക്കെ ആയി ഭരണഘടന ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിന് ശേഷമുള്ള ജനങ്ങളുടെ മാനസികാവസ്ഥയിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ആ കാലഘട്ടത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അതായത് 75 കാലഘട്ടത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സെക്കുലറായിട്ടുള്ള ഒരു ഇക്വാലിറ്റി ഉള്ള സമത്വമുള്ളൊരു സാമൂഹിക വ്യവസ്ഥയാണ്. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന, ഭരണഘടനയുടെ ഈ പരിണാമത്തിന് തടസ്സം നിൽക്കുന്നതായിട്ടുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിക്കളയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് 42ാം ഭരണഘടനാ ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയും അതിന് വരുന്നത്. എന്തായാലും മൊറാർജി ദേശായി ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ കാര്യത്തിൽ കാര്യമായ വെട്ടിത്തിരുത്തലുകളൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. കോടതി ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഈ ഒരു വിഷയം പറയാൻ കാരണം എന്താ വെച്ചാൽ, രാജ്യത്ത് ഭരിക്കുന്ന ഒരു ഭരണകക്ഷി, ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രബലമായിട്ടുള്ള ഭരണകക്ഷി രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട്, മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ഭരണഘടനാ മൂല്യങ്ങളെയും ഭരണഘടനാ തത്വങ്ങളെയും ഒക്കെ അവഗണിച്ചുകൊണ്ടും അതിനെ കൊന്നുകൊണ്ടും കശാപ്പ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാലത്ത് പ്രത്യേകിച്ച് കോടതികൾ പോലും ഭരണകൂടത്തിൻ്റെ ഭാഗമായി, സർക്കാരിൻ്റെ ഭാഗമായി, കോർപ്പറേറ്റുകളുടെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്നൊരു സമയത്ത് വന്നിട്ടുള്ള ഈ ഒരു വിധി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇക്കാര്യം, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളൊന്നും ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ആർക്കും ഇക്കാര്യം അറിയില്ല. കുറേ ആളുകൾക്ക് ഇത് മനസ്സിലാക്കിയിട്ടില്ല. നമുക്കതിന് സമയമില്ല. നമ്മൾ റീലുകൾ കാണുന്ന തിരക്കിലാണ്. കോർപ്പറേറ്റുകൾ നമുക്കൊക്കെ വേണ്ടി അജണ്ടകൾ ഉണ്ടാക്കുന്ന തിരക്കിലുമാണ്. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.